ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സർബത്താണ്, പ്ലം സർബത്ത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി 6 പ്ലമ്മാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പ്ലംസ് ആണിത്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് നമുക്ക് ജ്യൂസ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം. 2 കപ്പ് വെള്ളം നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പ്ലം ഇട്ട് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് നന്നായി കുക്കായി വന്ന് സ്കിന്നൊക്കെ ഇതിമ്മന്ന് വിട്ട് വരുന്നൊരു പരുവാവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്കിന്നൊക്കെ ഇതിമ്മന്ന് വിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ലവണ്ണം കുക്കായി വരണം. ഇനി നമുക്ക് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം വേണം നമുക്കിത് ഇതിലെ കുരുവൊക്കെ കളയാൻ. അപ്പോൾ നമ്മുടെ പ്ലംസ് ഒക്കെ കുക്ക് ചെയ്ത് നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. ഇനി ഇതിലെ കുരു മാറ്റണം. അതിനുശേഷം വേണം നമുക്കിത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ എല്ലാ പ്ലംസിൻ്റെയും കുരു എടുത്ത് മാറ്റാം. വളരെ ടേസ്റ്റി ആയൊരു ജ്യൂസാണ് ഈ പ്ലംസ് ജ്യൂസ്. നമ്മൾ സാധാരണ എല്ലാ ഫ്രൂട്ട്സ് വെച്ചും ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ പ്ലംസ് വെച്ച് അധികമായിട്ട് ജ്യൂസൊന്നും ഉണ്ടാക്കി കാണാറില്ല എല്ലാവരും. പക്ഷേ നല്ല ടേസ്റ്റി ആയൊരു ജ്യൂസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. അതിനു മുമ്പായി ഇതിലേക്ക് ഒരു ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. ഒരു ലെമണിൻ്റെ ജ്യൂസാണിത്. ഇനി ഒരു 3/4 കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇനി നന്നായി ഇതൊന്ന് അടിച്ചെടുത്ത് വരാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ സ്കിന്നൊന്നും കളയാതെയാണല്ലോ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തത്. അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ മാറ്റണം. അതിന് വേണ്ടി നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയല്ല ഇത് യൂസ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സർബത്ത് റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഭയങ്കര പുളിയായിരിക്കും. നമ്മൾ ലെമൺ ജ്യൂസൊക്കെ ചേർത്തതല്ലേ. പിന്നെ പഞ്ചസാരയും കുറച്ച് അധികമായിരിക്കും. പിന്നെ സർബത്ത് എന്ന് പറഞ്ഞാൽ ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ്.